ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ. വരൂ 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 സോദരരേ, രക്ഷകനീശോയെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്നരുൾ ചെയ്ത ദിവ്യകാരുണ്യനാഥ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ് എന്നരുൾ ചെയ്ത ഈശോയെ, ഈ പ്രഭാതത്തിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കാഴ്ച ലഭിച്ച അന്ധന് സീലോഹ കുളത്തിൽ പോയി കുളിക്കുവാൻ അവസരമുണ്ടായെങ്കിൽ, ഇന്ന് ഞങ്ങൾക്ക് മുമ്പിൽ പാപത്തിൻ്റെ ഇരുട്ടും അന്ധകാരവും ഇല്ലായ്മ ചെയ്യുവാൻ ഒരു സീലോഹ കുളമില്ല. പക്ഷെ ജീവനും വെളിച്ചവും നിറഞ്ഞു തുളുമ്പുന്ന തിരുശരീരവും തിരുരക്തവും ഉൾക്കൊള്ളുന്ന കാസയും പിലാസയും ഞങ്ങളുടെ മുമ്പിൽ തെളിയുന്നു. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ സീലോഹ. അങ്ങിൽ വന്ന് മുങ്ങുവാൻ, ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാൻ ഇതാ ഞങ്ങളെ തന്നെ അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. നാഥ, ഞങ്ങളെ സ്പർശിച്ചാലും ഞങ്ങളെ സുഖപ്പെടുത്തിയാലും, ഞങ്ങളുടെ വേദനകളിൽ നിന്ന്, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകിയാലും, ഞങ്ങളെ തന്നെ അങ്ങ് പൂർണ്ണമായും സ്വീകരിക്കണമേ. ഈശോയെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം.
ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് അരുൾ ചെയ്ത ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. എന്താണ് സ്വർഗം? എവിടെയാണ് സ്വർഗം? കൊച്ചുമക്കളൊക്കെ ഒരു പക്ഷേ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അച്ഛാ എവിടെയാണ് സ്വർഗം? എന്താണ് സ്വർഗം? വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുകയില്ലായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. വിശുദ്ധ പൗലോസ് ലീഹായും സ്വർഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള തീർത്ഥാടനമാണ് നമ്മുടേതൊക്കെ. സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നു, ഈ ഭൂമിയിൽ കാണുന്നതൊക്കെ അപ്രധാനമാണ്. എൻ്റെ ജീവിതത്തിൽ അവയൊന്നും പ്രാധാന്യമുള്ളതല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ ഒരിക്കൽ പറയുകയുണ്ടായി, സ്വർഗം മലമുകളിൽ തീർത്ത ഒരു നഗരം പോലെയാണ്. ആ നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ നടന്ന് കയറണം, ബുദ്ധിമുട്ടണം, ക്ലേശങ്ങളുണ്ട്, വേദനകളുണ്ട്. പക്ഷേ ആ സ്വർഗത്തിലായിരിക്കുമ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതി പറയുന്നത് പോലെ, ഞാൻ സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് അനുഗ്രഹത്തിൻ്റെ റോസാപുഷ്പങ്ങൾ വർഷിക്കും. സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് നന്മ ചെയ്തുകൊണ്ട് ഞാൻ സ്വർഗം ജീവിക്കുമെന്നാണ് കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അനേകം വിശുദ്ധർ സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഫിലിപ്പിനേരി ഒരിക്കൽ പറയുകയുണ്ടായി, മാലാഖമാരോടൊപ്പം സ്വർഗത്തിലിരുന്ന് കർത്താവിൻ്റെ മുമ്പിൽ പരിശുദ്ധൻ 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 എന്ന് ആലപിക്കുന്നത് എത്രയോ മധുരവും മനോഹാരിവുമായിരിക്കും. അതെ,
വിശുദ്ധ തോമസ് മോർ ഒരിക്കൽ പറയുകയുണ്ടായി, സ്വർഗത്തിന് സുഖപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ദുഃഖവും ഈ ഭൂമിയിലില്ല. സ്വർഗത്തിന് സുഖപ്പെടുത്തുവാൻ കഴിയാത്ത വിധം ഒരു ദുഃഖവും ഈ ഭൂമിയിലില്ല. സ്വർഗത്തിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നാണ് വിശുദ്ധ അംബ്രോസും വിശുദ്ധ ആൻസൽമും പറയുന്നത്. എന്താണ് ആ ഒരൊറ്റ ആഗ്രഹം? ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉള്ളൂ അവിടെ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം മാത്രം നിറവേറുക, ദൈവഹിതവും തിരുഹിതവും നിറവേറുക എന്നത് മാത്രമാണ്. ഇടവക വികാരി ഒരിക്കൽ പ്രസംഗിക്കുകയുണ്ടായി, ദൈവജനമേ, നമുക്കെല്ലാവർക്കും പ്രദക്ഷിണമായിട്ട് പോകാം, നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്ക് പള്ളിപ്പെരുന്നാളിന് പ്രദക്ഷിണമായി പോകുന്നത് പോലെ നടന്നു നീങ്ങാം. വികാരി അച്ഛൻ മുമ്പിലും ദൈവജനം പിറകിലുമായി. അങ്ങനെ എന്തൊരു രസമാ, എന്ത് മനോഹരമാ അങ്ങനെ ഒരു യാത്ര. ഇങ്ങനെ സുവിശേഷം പ്രഘോഷിച്ച് പിന്നീട് വിശുദ്ധനായി തീർന്ന വ്യക്തിയാണത് ആ വികാരി അച്ഛൻ വിശുദ്ധ ജോൺ മരിയ വിയാനി. ധാരാളം വിശുദ്ധർ സ്വർഗത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഇതുപോലെ പറയുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ സ്വർഗീയ അനുഭൂതിയിലാണ്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമുക്കൊരു നിമിഷം അനുഭവിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. എന്നിട്ട് നമുക്ക് അധരങ്ങളിൽ പാടാം, എൻ്റെ യേശുവേ, എൻ്റെ ഉള്ളിൽ വരേണമേ, എൻ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ, സ്നേഹമായി, ശാന്തിയായി, ക്ഷമയായി നിറയണമേ. നീ എൻ്റെ ശക്തിയാണ്, നീ എൻ്റെ ബലമാണ്, നീ എൻ്റെ പ്രാണനാണ്. കർത്താവിൻ്റെ ഈ സന്നിധിയിലിരുന്ന് ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് പാടാം, എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു വരേണമേ. ഈശോയെ കടന്നു വരണമേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണമേ. ഈശോയെ ശക്തിയായി കടന്നു വരണമേ, കൃപയായി കടന്നു വരണമേ. ഈശോയെ ഈശോയെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ഉള്ളു നീ അറിയുന്നുവല്ലോ, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ നീ അറിയുന്നുവല്ലോ.
അവയെല്ലാം നീ ഒപ്പിയെടുക്കണമേ. ശക്തിയായി നീ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകളിലെല്ലാം കാരുണ്യത്തിൻ്റെ നീർച്ചാലൊഴുക്കി ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണം ഈശോയെ. ആത്മാവും ജീവനും നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. ആത്മാവും ജീവനും നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. ഈശോയേ, സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. സ്തുതിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. നീ എന്റെ ശക്തിയും നീ എന്റെ ബലവും നീ എന്റെ പ്രാണനും നീ എന്റെ ഈശോയെ, നീ എന്റെ ശക്തിയും നീ എന്റെ ബലവും നീ എന്റെ പ്രാണനും നീ എന്റെ ദൈവം. ദിവ്യകാരുണ്യനാഥ, ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ പോകുന്ന ഈ നിമിഷത്തിൽ അങ്ങ് ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സ്പർശിക്കണമേ. സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം എന്നും അനുഭവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങാണ് ഏക ലക്ഷ്യമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ നീ ആശീർവദിക്കണമേ, ഞങ്ങളെ നീ സൗഖ്യപ്പെടുത്തണമേ. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവേദം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.